അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇതാണ് നമ്മുടെ നല്ല ഫ്രഷ് അയല, നമ്മുടെ ഐസ് പോലെ ഇടാത്ത അയലയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ അയല വെച്ചിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തോരനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കുഞ്ഞുമീൻ്റെ തോരൻ ചെയ്തായിരുന്നു, പക്ഷേ അതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണിത്. അതിനേക്കാളും കിടപിടിക്കുന്ന രീതിയിലുള്ള ടേസ്റ്റുള്ള ഒരു സാധനമാണിത്. മാത്രമല്ല കുക്കിംഗ് മീനിന്റെ കൂട്ടാനൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കുണ്ടല്ലോ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ തോരൻ. അതെ. അപ്പൊ നമുക്ക് ഇതിന്റെ പരിപാടികൾ ചെയ്യാം. ആദ്യമേ നമുക്ക് ഈ അയല, നമ്മളിപ്പോ ഒരു 6 അയലയാണ് നമുക്ക് ഉള്ളത്. അതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിക്കുകയാണ്. നമ്മളെ പുളിയും പുളിവെള്ളവും കൂടെ അങ്ങ് ഒഴിക്കുക. നമ്മൾ കുടംപുളി എടുക്കുന്നത്. നമ്മൾ ക്ലീൻ ചെയ്ത് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നമ്മളെ പരിപാടിയൊക്കെ എളുപ്പമായിരിക്കുമല്ലോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതാണിത്. അപ്പൊ അതും കൂടെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചോ, അല്ലെങ്കിൽ വേണമെങ്കിൽ മേടിക്കുകയും ചെയ്യാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും മാർക്കറ്റിൽ കിട്ടും, പേസ്റ്റ് വേണമെങ്കിലും മേടിക്കാം. അപ്പൊ അതുമായി നമുക്കിനി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും പിന്നെ അത്യാവശ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ട് നമുക്ക് ഇവരെ ഒന്ന് വെന്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ഇനി നമുക്ക് ഇതിനകത്ത് എരിവിന് ആവശ്യമുള്ള നമ്മുടെ മുളക് പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മുടെ കാശ്മീരി മുളക് പൊടി എടുക്കുന്നുണ്ട്, നമ്മുടെ സാധാ മുളക് പൊടി എടുക്കുന്നുണ്ട്. നമ്മള് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ എരിവ് അനുസരിച്ചിട്ട് വേണം നമ്മള് അല്ലാത്ത മുളക് പൊടി ചേർക്കാനായിട്ട്. നമ്മുടെ കാശ്മീരി മുളക് പൊടി കേട്ടോ. ഇത് മാത്രം ചേർത്താലും മതിയാകും. കാരണം എരിവ് നമുക്ക് ഒത്തിരി വേണ്ടാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി മാത്രം മതി. ഒരു കളർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. സാധാ മുളക് പൊടി. ഇനി ഒരു സ്വല്പം മഞ്ഞൾ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് പെരട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പൊ ഇവരെല്ലാം ഒന്ന് ഒരു ഇടയ്ക്കെല്ലാം ഇത് കേറണം. അതന്നെ സാധനങ്ങളെല്ലാം ഒന്ന് കേറണം. നമ്മുടെ ഈ മുളകും പുളിയും ഇഞ്ചിയും വെളുത്തുള്ളി ഉപ്പും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും തന്നെ കിടുക്കാച്ച സംഭവമായിരിക്കും. അപ്പൊ ഇനി ഇത് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വെന്തെടുക്കണം. അപ്പൊ ഇതുണ്ടല്ലോ ഒരു 5 മിനിറ്റ് ഒക്കെ മതി സാധാരണ വേകാനായിട്ട്. വളരെ വേഗം തന്നെ വേഗുന്നതാണ്. കത്തിച്ചു നമുക്ക് സ്റ്റവ് നമുക്ക് കത്തിച്ചു കൊടുക്കാം. ഇത് വളരെ വേഗം തന്നെ വേകുന്ന ഒരു കാര്യമാണ്. ഒത്തിരി നേരം വെച്ചേക്കണ്ട. നമ്മള് വെക്കുന്ന പാത്രം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇപ്പൊ നമ്മള് മൺചട്ടിയാ വെക്കുന്നത്. പിന്നെ സ്റ്റീൽ പാത്രത്തില് അലുമിനിയത്തിലൊന്നും വെക്കാതിരിക്കും. പിന്നെ കട്ടി കുറഞ്ഞ പാത്രത്തിൽ വെക്കാതിരിക്കാൻ നല്ല അടിക്ക് പിടിച്ചു പോയെ, അതുകൊണ്ടാണ്. അടിക്ക് പിടിക്കുന്ന മാത്രമല്ല, നമുക്ക് ആ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ മൺചട്ടിയിൽ തന്നെ വെക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വെക്കാം. അപ്പൊ ആ സമയത്തുണ്ടല്ലോ നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള നമുക്ക് കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്, ഏകദേശം 1 കപ്പ്. പിന്നെ ഒരു 2 പച്ചമുളക്, വലിയ എരിവൊന്നും ഇല്ലാത്ത സാധനമാണ്. പിന്നെ നമ്മുടെ സവാള, നമ്മുടെ നല്ല കുഞ്ഞൻ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന. അപ്പോൾ ഇത് കൂടാണ് നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് ഈ തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. അതന്നെ ഒന്ന് ചതച്ചെടുക്കണം. സ്വല്പം മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഈ പച്ചമുളകും ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഉള്ളി ചതക്കണ്ട, അതവിടെ ഇരുന്നോട്ടെ. ഉള്ളി ചതച്ച ഒരു കുഴകുഴ പൊരിക്കും, അത് നമുക്ക് വേണ്ട. നമുക്ക് ഈ മുളകും തേങ്ങയും കൂടെ മാത്രം ഒന്ന് ചതച്ചെടുക്കാം. അതിന്റെ കൂടെ ഒരു നുള്ളു മഞ്ഞപ്പൊടി കൂടെ. അപ്പൊ ഇത് ചതച്ചെടുത്ത് റെഡി ആയി. അപ്പോഴത്തേന് നമ്മുടെ മീനും സെറ്റാവും. അപ്പൊ നമ്മുടെ അരപ്പ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ അടച്ചു വെച്ച മീൻ ഏത് രീതിയിലാണെന്ന് നമുക്ക് തുറന്നു നോക്കാം. അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വെന്തിട്ടുണ്ട് സാധനം. വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിതൊന്ന് തിരിച്ചൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ടല്ലോ, ഒന്നും കൂടെ ഒന്ന്. ഇത് പിന്നെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പേടിക്കണ്ട, പൊടിഞ്ഞു പോകുന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ആദ്യമായിട്ട് മീനൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യുവാണെങ്കിൽ പേടിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും, ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും. കാര്യം മീൻ പൊടിഞ്ഞു പോയാലും നമുക്ക് എങ്ങനെ മീൻ റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു റെസിപ്പിയാണ് ഇത്. കാര്യം തുടക്കക്കാർക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം ഇത്. അപ്പൊ നമ്മുടെ മീൻ അത്യാവശ്യം നന്നായിട്ട് പൊടിഞ്ഞിട്ടുമുണ്ട്, വെന്തിട്ടുമുണ്ട്. അപ്പൊ നമ്മൾ വേറൊരു ഈ സ്റ്റവ് നിർത്തുകയാണ് നമ്മൾ. എന്നിട്ട് ഈ മീനെല്ലാം കൂടെ നമ്മള് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഈ ബൗളിനകത്ത് ഇടാൻ പറ്റുമായിരിക്കും അല്ലേ? ചൂട് പറ്റുമല്ലോ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇതൊന്ന് മാറ്റാം. നമ്മൾ എന്നിട്ടുണ്ടല്ലോ ഈ മീനിന്റെ മുള്ളെല്ലാം മാറ്റിയെടുക്കാൻ പോണേ. അതെ, ഇതിന്റെ മുള്ള് കംപ്ലീറ്റ് നമുക്കൊന്ന് വേർതിരിച്ചെടുക്കണം. എന്നിട്ട് ഇതിന്റെ മാംസം മാത്രമാക്കി എടുക്കണം. പക്ഷെ ഈ ഗ്രേവി കളയരുത്, ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട്. ഗ്രേവിയും കൂടി ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് എടുക്കുക. എന്നിട്ട് നമുക്ക്
ഈ ചട്ടി മാത്രം ബാക്കി വെച്ചാൽ മതി ഇപ്പം. അതെ, ഇപ്പം തന്നെ നല്ല മണമുണ്ട്. ഇങ്ങനെ വേണേലും നമുക്ക് കഴിക്കാൻ കൊള്ളാം. കാരണം ഇതിനകത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പുളി ഉപ്പ് അത്യാവശ്യം കുറേ സാധനങ്ങളെല്ലാം ചേർക്കണം, എരിവും. അപ്പം നമുക്ക് ഇങ്ങനെ വേണേലും കഴിക്കാം. നല്ല ഈ നമ്മുടെ മറ്റേ കപ്പയ്ക്കൊക്കെ കിട്ടുന്ന കറി, അത് അത്യാവശ്യം ചാറുമുണ്ട്, എല്ലാ സാധനമുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ചട്ടി തന്നെയാണ് ബാക്കി പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ മുള്ളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഒരു മീഡിയം രീതിയിൽ നമുക്ക് തണുത്തിട്ട് വേണം നമ്മൾ മുള്ളൊന്ന് മാറ്റിയെടുക്കാൻ. അപ്പൊ ഈ ചട്ടി ഒന്ന് റെഡിയായി ക്ലീൻ ആക്കി എടുത്തിട്ട് കാര്യം അത് തന്നെ. അപ്പൊ നല്ല ചൂടല്ലേ, അപ്പൊ അതൊന്ന് തണുത്തിട്ട് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കണം. ഒരല്പം സമയം എടുക്കും, പക്ഷേ ഉണ്ടല്ലോ സംഭവം ഉണ്ടല്ലോ നല്ല ഈസിയാണ്. ഈ സമയത്ത് നമുക്ക് ചോറ് വെച്ചാൽ മതി, അപ്പൊ ഉണ്ടല്ലോ സമയം നമുക്ക് പോകത്തില്ല. അതെ തന്നെ, അസാധ്യ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അസാധ്യ ടേസ്റ്റ് ആണ് സാധനം. ഇത് നമ്മുടെ സാധാരണ നമ്മുടെ മത്തിയില്ലേ, മത്തിയും വെച്ച് ചെയ്യാം കേട്ടോ, അതിനും നല്ല ടേസ്റ്റ് ആണ്. ഏത് ചെറിയ മീൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ഈ ചട്ടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പൊ ഇതൊന്ന് തണുക്കട്ടെ, അത്ര നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മളുണ്ടല്ലോ വേവിച്ച് വെച്ച നമ്മുടെ മീന് മുള്ളെല്ലാം കളഞ്ഞ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മുള്ള കളഞ്ഞെടുക്കാന്ന് പറയുന്നൊരു ഇച്ചിരി പരിപാടിയാണ്. പിന്നെ അയല ആയതുകൊണ്ട് എളുപ്പമാണ് സംഭവം. നടുവത്ത് വലിയൊരു മുള്ളേ ഉള്ളു, പിന്നെ സൈഡിലൊരു ചെറിയ ഇച്ചിരി ഉണ്ട്. നമ്മുടെ തലയുടെ ഭാഗത്തൊക്കെ എന്നാലും വലിയ പ്രശ്നമില്ലാതെ നമുക്ക് മുള്ളെടുത്ത് കളയാം. അപ്പൊ നമ്മള് അതേ ചട്ടി തന്നെ വെച്ചിരിക്കുന്നത്, വേറെ ചട്ടി ആണെങ്കിൽ വേറെ വെക്കാം. അപ്പൊ നമുക്ക് ഈ ചട്ടിയിലേക്ക് നമുക്ക് ഇനി നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ അരപ്പൊക്കെ ഉണ്ടല്ലോ, അരപ്പും ഉള്ളി ആദ്യം നമുക്ക് ഉള്ളിയാണെന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എണ്ണ ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ളി ഒന്ന് വഴറ്റാം. അതിന് ശേഷം നമുക്ക് അതിന്റെ കൂട്ടത്തിൽ എണ്ണയും കൂടി ഇടാം. അപ്പോഴത്തേനും ഉള്ളി റെഡിയാകുകയും ചെയ്യും, അതിന്റെ കൂടെ തന്നെ എണ്ണയും റെഡിയാകും. അപ്പൊ നമുക്ക് എളുപ്പ പരിപാടിയാകും. ഇനി നമുക്ക് എളുപ്പം വഴറ്റാൻ വേണ്ടി ഒരു പരിപാടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നുള്ള് ഉപ്പ് കൂടി ഇടുക. ഒരു നുള്ളു ഉപ്പാണ് ഇട്ടാൽ മതി. കാര്യം നമ്മൾ അത്യാവശ്യം ഉപ്പ് നമ്മുടെ മീനൊക്കെ ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നോക്കിയിട്ട് വേണം ലാസ്റ്റിന് നോക്കാം ഉപ്പൊക്കെ റെഡിയായോ ഇല്ലയോ. അപ്പൊ നമ്മളുണ്ടല്ലോ ഈ തേങ്ങയും ഉള്ളിയും കൂടെ ഒരേ പാത്രത്തിൽ അരിഞ്ഞു വെച്ചോണ്ട് ഈ ഉള്ളിക്കകത്ത് ചെറിയതായിട്ട് തേങ്ങയുടെ തരികൾ വീണിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ആവശ്യത്തിന് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാതെ ഈ ഉള്ളി ഒന്ന് അങ്ങ് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട കേട്ടോ, മീഡിയം രീതിയിലായാൽ പച്ചമണം. ഇതിനകത്ത് നമുക്കൊരു എന്താ പറയുക ഇച്ചിരി ശ്രമകരമായ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ മുള്ള നീക്കി എടുക്കുക എന്നുള്ളത്. ഇത് നമുക്കുണ്ടല്ലോ ആവിയിൽ പുഴുങ്ങിയിട്ട് വേണേലും നമുക്ക് മുള്ള് നീക്കിയെടുക്കാം. അതായത് നമ്മുടെ വാഴയിലൊക്കെ പൊടിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ മറ്റേ അപ്പച്ചെമ്പിലോ വെച്ച് അങ്ങനെ വേണേലും നമുക്ക് എടുക്കാം. പിന്നെ ഇതിന്റെ ഈസി ആയിട്ടൊരു കാര്യം എന്താണെന്നറിയോ, മീൻ പൊടിഞ്ഞു പോകുന്ന പേടിക്കണ്ട. മീൻ എന്തായാലും പൊടിക്കാണല്ലോ, അപ്പൊ പിന്നെ നമ്മൾ പൊടിഞ്ഞാലും കുഴപ്പമില്ല പൊടിഞ്ഞാലും കുഴപ്പമില്ല. എല്ലാവരും മീൻ റെഡിയാക്കുമ്പോൾ പറയാം മീൻ പൊടിഞ്ഞു പോകല്ലേ, സൂക്ഷിച്ചോണം. പക്ഷെ നമുക്ക് ആ പേടിയില്ല, നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഉള്ളി അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ കാശ്മീരി മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇതിനകത്ത് ഒരു അലങ്കാരം എന്ന് പറയുന്നത്. കളറിന് എരിവിനും എല്ലാം നമ്മൾ ചേർക്കുന്ന കാശ്മീരി മുളക് പൊടി തന്നെയാണ്. ഈ ഉള്ളിക്ക് ആവശ്യമായിട്ട് ഒരു സ്വല്പം മുളക് പൊടി, അതൊരു പിഞ്ച് മുളക് പൊടി മതി, കാരണം നമ്മൾ നേരത്തെ തന്നെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പൊ ഈ പൊടി ചേർക്കുമ്പോൾ തീയൊന്ന് കുറച്ചേക്കണം. നമ്മുടെ ഈ ചട്ടിക്കകത്തൊക്കെ വെക്കുമ്പോഴത്തേക്കുണ്ടല്ലോ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള സാധ്യത. അപ്പൊ നമ്മുടെ ഇത് ശരിയായിട്ടുണ്ട്, തേങ്ങ എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അതിന്റെ ഗ്രേവി ഉൾപ്പെടെ നമ്മൾ വേറെ റെഡിയാക്കിയില്ലേ, ആ ഗ്രേവി ഉൾപ്പെടെ തന്നെയാണ് നമ്മളിപ്പോൾ ചേർത്തത്. മുള്ളൊക്കെ മാറ്റിയെടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് നമ്മളത് വീഡിയോയിൽ പ്രത്യേകിച്ച് കാണിക്കാം. അതൊരു ആവശ്യം. വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് മുള്ളങ്ങ് നീക്കം ചെയ്താൽ മാത്രമേ മതി. ഇനി നമുക്ക് നമ്മുടെ ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഇതിൻ്റെ മണമെന്ന് പറയുന്നത് നല്ല സൂപ്പർ മണം കേട്ടോ. അതിൻ്റെ മണം അപ്പം മൂക്കിൻ്റെ അകത്തൂടെ കയറി
അപ്പൊ ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാവേ. തേങ്ങയുടെ ഒരു പച്ചമണം കൂടെ മാറുകയും ചെയ്യണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ തന്നെ തേങ്ങയും ചേർക്കുന്നത്. തേങ്ങ കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിന്റെ ഒരു അഴകെന്ന് പറഞ്ഞ ആ തേങ്ങ ഇച്ചിരി കൂടുതൽ തേങ്ങയും മുളക് പൊടിയും ഒക്കെയാണ് ഇതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഉപ്പ് ചേർക്കണം. കാരണം നമ്മൾ ആദ്യം മീനിനുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഉപ്പിന് ചേർക്കേണ്ടി വരും. ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മളിന്ന് കറിവേപ്പില ഇടുന്നില്ല, കാരണം നമ്മളുടെ കറിവേപ്പില തീർന്നു പോയായിരുന്നു. മാർക്കറ്റിൽ പോയപ്പോ ഇന്ന് കറിവേപ്പില കിട്ടിയില്ല. നല്ല മഴയായിരുന്നു, കാരണമുണ്ടല്ലോ മാർക്കറ്റ് നേരത്തെ അവരെല്ലാരും സാരില്ല. കറിവേപ്പില ഇല്ലെങ്കിലും ഉണ്ടല്ലോ ഇത് കിടു സാധനം. വ്യത്യാസമൊന്നും വരത്തില്ല. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ ഒരു പടിക്ക് നമ്മുടെ മലയാളി കറികളായതുകൊണ്ട് ഒരു പടിക്ക് മുന്നോട്ട് ടേസ്റ്റ് നിൽക്കും. എന്തായാലും ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് മതിയോ? അപ്പൊ നമ്മുടെ മീൻ തോരൻ റെഡിയായി. ഇനിയിപ്പോ സ്റ്റൗ നിർത്താം. ഞാൻ ഇനി തേങ്ങ അധികം വേണ്ട. ഇനി ഇപ്പൊ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട് തേങ്ങയുടെ. ഇനി ചട്ടിയുടെ ഒരു ചൂടിൽ തന്നെ ഇതെല്ലാം ബാക്കി റെഡിയാവും. നമുക്കിതൊന്ന് അടച്ചു വെച്ചാൽ മാത്രം തവിയേൽ പറ്റിയിരിക്കുന്ന ഇട്ടേക്കാം. എന്നിട്ട് ഇതിന്ന് ഇതൊന്ന് അടഞ്ഞിരിക്കട്ടെ. അപ്പം സംഭവം സെറ്റ്. അപ്പൊ ഈ മീൻ തോരൻ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അല്ലേ, അതാണ് അതിനകത്തൊരു കൊള്ളാം. നമ്മുടെ മത്തി ആയാലും കൊള്ളാം. പിന്നെ നമ്മുടെ ചെറിയ പൊടിമീനുകൾ, പൊടിമീൻ, അത് ചെറിയ മുള്ളിന് കട്ടിയില്ലാത്ത ഏത് സാധനമാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ മുള്ളു ഊരി എടുക്കാൻ പറ്റണം. അതല്ലേ, മത്തിയാണെങ്കിൽ നമുക്ക് മുള്ളു ഊരി എടുക്കാൻ പറ്റും. അപ്പൊ അത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. സംഭവം വിചാരിക്കുന്ന ടേസ്റ്റ് ഒന്നുമല്ല, അതിനപ്പുറത്തെ സാധനമാണിത്. അടിപൊളി സാധനം. ആരും ഇനി മീൻ ഉടഞ്ഞു പോയി പൊടിഞ്ഞു പോയി എന്നാ പറഞ്ഞിട്ട് നമ്മളെ കുറ്റം പറയത്തില്ല. കാരണം ഈ ഡിഷ് അങ്ങനെയാണ്. അപ്പൊ പിന്നെ നമുക്ക് ഒരു കുഴപ്പമില്ല. നമ്മുടെ ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എവിടെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകൾ വന്നാലും അവരുടെ മുമ്പിൽ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. മീൻ പീരയൊക്കെ അല്ലേ സാധനം എല്ലാം ചെയ്യുന്നത്. മീൻ പീരല്ല, മീൻ തോരൻ. അപ്പൊ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് എന്താ പറയുക കമന്റ് ആയിട്ട് ഇടുക. അത് വിലയേറെ അഭിപ്രായം. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ അടുത്തൊരു ബെല്ലും കൂടി ഇല്ലേ അതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി എല്ലാം വെച്ചു. അപ്പൊ നമ്മള് പുതിയ പുതിയ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് അതിന്റെയൊക്കെ ഫോട്ടോ കാണും. അതിൽ ഞെക്കി നോക്കിയാൽ നമ്മുടെ വീഡിയോ കാണാൻ പറ്റും കേട്ടോ. അത് തന്നെ, അതൊരു പുതിയ സംഭവം കേട്ടോ. അതെല്ലാം കാണാൻ പറ്റും. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെന്താ, എല്ലാരും ഇതുവരെ നമ്മുടെ കുടുംബത്തിൽ കൂടെ വന്നിട്ടില്ലാത്ത ആൾക്കാരൊക്കെ കൂടെ നമുക്ക് ഇവിടെ എല്ലാവരും കൂടെ വാർത്ത ചെറിയ പരിപാടിയൊക്കെ കാണിച്ച് നമുക്ക് ഇരിക്കാം. നമ്മുടെ ഞുണക്ക് പരിപാടികളിൽ കൂടിയാണ് കൂടുതലും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ വലിയ ഹൈടെക് നമ്മുടെ നമ്മള് ചെറിയ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന സാധാരണ വീടുകളിലുള്ള സാധാരണ സാധനങ്ങൾ. അപ്പൊ നമുക്ക് എന്താ പറയുക, വേറൊരു വ്യത്യസ്തമായൊരു സംഭവമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ അയലത്തോരൻ ആയിട്ട് ഇതുണ്ട് സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.